World Campus Connect, May 2nd, Kannur, Hotel Sky Pearl, May 3rd, Kozhikode Hysan Heritage. പിണറായി ഉണ്ടാക്കിയ ഡീലൊക്കെ പൊളിഞ്ഞ് പാളീസാകും. BJP ലീഡർഷിപ്പ് അങ്ങനെ തീരുമാനമെടുത്ത് അതിനൊരു നീക്കം നടത്തിയിട്ടുണ്ടെങ്കിലും വിശ്വാസ സമൂഹം, അതാ ഞാൻ പറഞ്ഞ് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കോ, BJP ജയിക്കാൻ സാധ്യതയുള്ളിടത്ത് BJPക്ക് പൂർണ്ണമായ വോട്ട് കിട്ടും. BJP സ്ഥാനാർത്ഥി ജയിക്കാത്ത ഇടങ്ങളിൽ അവർ പിണറായിക്കെതിരെ വോട്ട് ചെയ്യും. അവർ ഒരിക്കലും UDFനോടൊപ്പമല്ല, അവർ BJPക്ക് എതിരുമല്ല ഈ വോട്ട് ചെയ്യുന്നവർ. പക്ഷേ BJP ഈ വിഷയത്തിൽ BJP ലീഡർഷിപ്പ് ശബരിമല വിഷയത്തിൽ പിണറായിയെ സഹായിക്കുന്ന കള്ളന്മാരുടെ കൂടെ അവർക്ക് കഞ്ഞി വെച്ച് കൊടുത്തു സംസ്ഥാന ലീഡർഷിപ്പ് BJPയുടെ എന്ന ഒരു ചർച്ച, എന്ന ഒരു കാഴ്ചപ്പാട് BJPയുടെ അനുഭാവം നിൽക്കുന്നവരും BJP ആയിട്ടുള്ള വിശ്വാസി സമൂഹത്തിലുണ്ട്. ആ വോട്ട് തിരിച്ചു വരും. ഏറ്റവും വലിയ ഫാക്ടറല്ലേ, കൊള്ളയടിക്കപ്പെട്ടൊന്നുമല്ല, ആ കൊള്ള മൂടി വെക്കാൻ വേണ്ടി ഉണ്ടാക്കിയ അയ്യപ്പ സംഗമം, ഈ ഊരാളുങ്ങൾ സൊസൈറ്റി 5-8 കോടി അടിച്ചു പോയി എന്ന് വാർത്ത കൊടുത്ത ആളുകളാണ് നിങ്ങൾ, ഈ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയ ആളുകളാണ് നിങ്ങൾ. ഹൈക്കോടതി അടക്കം പറഞ്ഞ കേസാണിത്. അപ്പം ആരാ അവർ വിശ്വസിക്കുക? ഏത് സമൂഹം വിശ്വസിക്കൂ? ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനിറ്റി ഇവിടെ ഉണ്ടല്ലോ. ഈ പറയുന്ന കേരള കോൺഗ്രസിന് ഇന്ന് അഡ്രസ്സ് ഉണ്ടാവില്ല. നിങ്ങൾ എഴുതി വെച്ചോ. ജയരാജൊക്കെ കഷ്ടം, എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ അങ്ങേ തലയിലുള്ള ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട ഒരാളുണ്ടാവും. മാണി കോൺഗ്രസിൻ്റെ ആപ്പീസ് പൂട്ടുന്ന തിരഞ്ഞെടുപ്പാവും ഇവിടുത്തെ. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് പാഠങ്ങൾ ഇവിടെ പഠിക്കാനുണ്ടാവും. അത് വരാനിരിക്കുന്ന UDFൻ്റെ ലീഡർഷിപ്പിന് കൂടി എന്താ പറയുക, അതൊരു പാഠമായിരിക്കണം. കാരണം ജനങ്ങളെ ഇങ്ങനെ വേർതിരിച്ച് കൊള്ളയടിക്കപ്പെട്ട് ഈ എന്താ പറയുക വർഗീയതയ്ക്ക് പിന്നാലെ പോയാൽ കേരളമാകും എന്ന് കേരളത്തിലെ ജനം ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കും. ഞാൻ എക്സിറ്റ് പോളിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞില്ല, ഞാൻ എക്സിറ്റ് പോൾ കണക്കിലാക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അതിനെ തുടങ്ങിയത്. ഞാൻ അതിന് പിന്നാലെ പോകുന്നില്ല. ഞാൻ എൻ്റെ അറിവും ഞാൻ മനസ്സിലാക്കിയതും ഇവിടുത്തെ സഖാക്കളെയും ഇവിടുത്തെ ജനങ്ങളെയും, നമ്മളൊരു രാഷ്ട്രീയ അനുഭവങ്ങളുണ്ടല്ലോ. എനിക്ക് 19 വയസ്സായി, 7ാം ക്ലാസ്സിൽ സ്കൂൾ ലീഡറായി തുടങ്ങിയതാണ് നമ്മൾ. അപ്പോൾ ഒരു 10-40 കൊല്ലത്തെ ജനങ്ങളുമായിട്ടുള്ള നമ്മുടെ ഇടപെടലിൽ നിന്ന് നമുക്കൊന്ന് റീഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് മനുഷ്യൻ്റെ മനസ്സ്. അത് കാണാൻ കഴിയില്ല. അത് കാണാൻ ആളുകൾക്ക് അത് വിസിബിൾ ആവാൻ പോകുന്നത് ഈ പറയുന്ന 4-ാം തീയതിയാണ്. ഒരു മാറ്റമില്ല. 25,000 എന്തിപ്പോൾ 25,000 നിങ്ങൾ ബേജാറാവുന്നത്? 28,000 വോട്ടാണ്. അത് 14,000 വോട്ടും കൊണ്ട് തിരിഞ്ഞാൽ എന്തായി? 0 ആയി അതില്ലേ? പിന്നെ ഒരു 10,000 വോട്ടും കൂടി വന്നാൽ 25,000 കയറില്ലേ? ആകെ 25,000 വോട്ടിൻ്റെ ഷിഫ്റ്റിലാണ് ഇത് താഴെ പോകുന്നത്, മറ്റേ കയറി വരുന്നത്. 100 വോട്ട് പറഞ്ഞാൽ മതി ഒരു ബൂത്തിൽ. 215 ബൂത്തുണ്ട്. അങ്ങോട്ടേക്ക് പോയ 100 വോട്ട് ഇങ്ങോട്ട് മറിഞ്ഞാൽ 42,300 വോട്ടായി. അതിൽ 28,000 തള്ളി ബാക്കി എത്ര അതുണ്ടാവും? അപ്പം ചോദിച്ചാൽ പോരെ, അതിപ്പോൾ തന്നെ ചോദിക്കണം. അല്ല, ഇതിൽ വലിയൊരു ജനവികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ പിണറായി എടുത്ത് കിടത്തുക എന്ന് പറയും നമ്മളെ പഴയ ഭാഷയിൽ. മെല്ലെ അങ്ങോട്ട് എടുത്തിട്ട് അപ്പുറത്തേക്ക് കിടത്തുക. അതാണല്ലോ ഇതിൽ നടക്കാൻ പോകുന്നത്. അത് വളരെ സ്മൂത്തായിട്ടാണ് സഖാക്കൾ എടുക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആർക്കും അത് കാണാൻ പറ്റാത്തത്. അപ്പോൾ അത് ജനവികാരമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിൻ്റെ ചീഫ് മിനിസ്റ്റർ ആരാ തീരുമാനിക്കുക? അത് AICC ആണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ. പിന്നെ എല്ലാ കാലത്തും ഉണ്ടാവാറുണ്ട് കോൺഗ്രസ്സിലെ. അല്ല, AICC എന്ന് പറഞ്ഞാൽ AICC ജനറൽ സെക്രട്ടറി ഒന്നുമില്ല. AICC എന്ന് പറഞ്ഞാൽ അതിന് നല്ല കൃത്യമായൊരു ബോഡി ഉണ്ട്, അതിന് പ്രസിഡന്റ് ഉണ്ട്, അതിന് വർക്കിംഗ് കമ്മിറ്റി ഉണ്ട്, അതിന് ഒരുപാട് സ്റ്റേജ് ഉണ്ട്. എനിക്കൊരൊറ്റ സജഷനുകൾ, ഒറ്റ ആഗ്രഹമുള്ളൂ. പിണറായി ഈ പറഞ്ഞ പോലെ എടുത്ത് കിടത്തുക. അതോടുകൂടി നമ്മൾ പറഞ്ഞ രാഷ്ട്രീയം തീർന്നു. ആ കൂട്ടത്തിൽ മരുമോനും പരിക്കില്ലാതെ അങ്ങോട്ട് സൈഡാക്കി കൊടുക്കുക. അതിലപ്പുറമുള്ള ഒരു രാഷ്ട്രീയമില്ല. അവരാണ് ഈ നാട് നശിപ്പിച്ചത്. ഇപ്പം ഇന്ന് പറയുന്ന മുഹമ്മദ് റിയാസ് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ഞങ്ങളെ എന്താണ് കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിച്ചവരാണ് ഞങ്ങൾ. അതുകൊണ്ടാണ് ന്യൂനപക്ഷ ക്രോഡീകരണം ഉണ്ടായില്ലെന്ന് അദ്ദേഹം പറയുന്നത്. അതിനെ ആഡ് ഓൺ ചെയ്ത് പറയുന്ന വേടതാ. ഏത് കൃഷ്ണമണിയാണത്? ഏത് കൃഷ്ണമണി? നമുക്കാർക്കും മനസ്സിലായിട്ടില്ല.
ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ കണ്ണ് തന്നെ കുത്തി പൊട്ടിച്ചതാണ് ആര്? വെള്ളാപ്പള്ളി. അപ്പം കൈ കൊട്ടി കൊടുത്ത ആളാ അമ്മോശനും മരുവനും. എന്നിട്ട് അദ്ദേഹം പറയാണ് കൃഷ്ണമണി സംരക്ഷിച്ചു. ഇവിടുത്തെ ന്യൂനപക്ഷ സമുദായങ്ങളെ കണ്ണ് കുത്തി പൊട്ടിച്ച ആളാണ് ഈ പറയുന്നത്. അയാൾക്ക് ആ പൂമാല ചാർത്തി കൊടുത്ത്. ഇതൊക്കെ ആർക്കും മനസ്സിലാവാത്തത്. അതിലൊന്നും ഇതൊക്കെ എവിടെ പോയി എത്തും നിങ്ങൾ നോക്കിക്കോ. 2 ദിവസം കൂടിയല്ലേ. എനിക്ക് ഒരു സമ്മാനം വേണ്ട, നിങ്ങൾക്കറിയില്ല. ഞാനത് നത്തിങ് എൽസ് അതിലൊന്നും പോയിട്ട് പി വി അൻവർ കൊത്തും നിങ്ങൾ വിചാരിക്കണ്ട. പി വി അൻവറിന് ഉണ്ടായിരുന്ന സംവിധാനങ്ങൾ എടുത്തു എറിഞ്ഞിട്ട് വന്നവനാൻ. എനിക്ക് അങ്ങനെ ജീവിതത്തിൽ ഒരു മോഹമില്ല. നമ്മളെന്താ അറിയോ, നമ്മളൊക്കെ ജീവിച്ച ഒരു സാഹചര്യം ഈ നാട്ടിലുണ്ട്. എൻ്റെ പിതാവും എൻ്റെ പിതാവിൻ്റെ പിതാവടക്കം ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് പലതും നഷ്ടപ്പെട്ടവരാണ്, ഇപ്പോഴും നഷ്ടം സഹിക്കുന്നവരാ. അതെന്താണ്? ഈ നാട്ടിലെ ഈ കമ്മ്യൂണൽ ഹാർമണി അതിവിടെ നിലനിൽക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ ഒരു പോരാട്ടമേ ഉള്ളൂ, അതിലപ്പുറമൊന്നുമില്ല. ആ ലക്ഷ്യം നമ്മൾ പൂർത്തീകരിക്കും. മകനെയും മരുമാനെയും എടുത്തു കിടക്കും, അമ്മോശനെയും എടുത്തു കിടത്തും. അത് കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ച. അതിൽ ഒരു സമ്മാനം വേണ്ട, അത് തന്നെയാണ് സമ്മാനം. ജനം തരുന്നതാണ് സമ്മാനം. ആ ജനതയുടെ ഒപ്പാണ്, അവരുടെ മനസ്സിനൊപ്പാണ്. അല്ല, പദവി ഏറ്റെടുക്കുന്നില്ല. അപ്പം ജനങ്ങൾ തരുന്ന പദവിയല്ലേ എംഎൽഷിപ്പ്, അത് ഏറ്റെടുക്കാതിരിക്കാൻ പറ്റുമോ? അല്ല, അത് കഴിഞ്ഞ് വല്ലതും തന്നാൽ എക്സ്ട്രാ ഉണ്ടെങ്കിൽ താങ്കൾക്ക് ഞാൻ തരാം. എനിക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ അക്കോമഡേറ്റ് ചെയ്തോളാം. ഓക്കെ. അപ്പോൾ എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള സപ്പോർട്ട്, പേഴ്സണൽ എന്നല്ല ഞാൻ പറയുന്നത്, പൊളിറ്റിക്കലായിട്ടുള്ളൊരു സപ്പോർട്ട്, നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു നിലപാട് നിങ്ങളിൽ മഹാഭൂരിപക്ഷ ആളുകളും സ്വീകരിച്ചിട്ടുണ്ട്. അത് ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. പല തരത്തിലുള്ള പ്രലോഭനങ്ങളും ഭീഷണികളും ഒക്കെ പലർക്കും ഉണ്ടായിട്ടുണ്ട്. നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്കറിയുന്ന അവരുടെ രീതി അറിയുന്നുണ്ടാണ് പറയുന്നത്. അതിനെയൊക്കെ മറികടന്നുകൊണ്ട് അണ്ണാരക്കണ്ണനും തന്നാലായത് എന്ന് പറഞ്ഞതുപോലെ നന്നായിട്ട് കേരളത്തിൻ്റെ മതേതരത്വം കാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും അതിനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.